നമസ്കാരം. പ്രേക്ഷകർക്കേറെ സുപരിചിതയാണ് നടൻ ബാലയുടെ മുൻ ഭാര്യയും ഡോക്ടറുമായ എലിസബത്ത് ഉദയൻ. അമൃതയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷം ബാലയ്ക്ക് പങ്കാളിയായി വന്നത് എലിസബത്ത് ഉദയനായിരുന്നു. വിവാഹം പക്ഷേ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല. ഒരു വർഷം മുമ്പ് എലിസബത്തുമായുള്ള ബന്ധവും ബാല അവസാനിപ്പിച്ചു. ശേഷമാണ് ബാലയുടെ മാമന്റെ മകളായ ഗോകുല നടന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. ഇരുവരും കഴിഞ്ഞ കുറെ കാലമായി ഒരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. ഇടയ്ക്കിടെ ഗോസിപ്പുകളും വന്നിരുന്നു. ഒടുവിൽ ഇരുവരും ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരാവുകയായിരുന്നു. കുട്ടിക്കാലം മുതൽ താൻ അറിയാതെ ഗോകുല തന്നെ പ്രണയിക്കുന്നുണ്ടെന്നായിരുന്നു ബാല പറഞ്ഞു. പഴയ ഓർമ്മകൾ ഒന്നും അവശേഷിപ്പിക്കാതെയാണ് ബാല പുതിയ ജീവിതം തുടങ്ങിയത്. പാലാരിവട്ടത്തെ കോടികൾ വില വരുന്ന വീട് വിട്ടാണ് വൈക്കത്തേക്ക് ബാലയും ഗോകുലയും മാറിയത്. പുതിയ വീട്ടിൽ ഞങ്ങൾ അത്രയും ഹാപ്പിയാണെന്നാണ് ഇരുവരും പറഞ്ഞതും. ഫിഷിങ്ങും ബോട്ടിങ്ങും ഒക്കെയായി നല്ലൊരു സായാഹ്നമാണ് എല്ലാ ദിവസവും. രാവിലെ അമ്പലത്തിൽ നിന്നുള്ള പാട്ട് കേട്ട് ഉണരുമ്പോൾ ജീവിതം ധന്യമാകുന്നു എന്നാണ് ബാല പറഞ്ഞത്. വീട് മാത്രമല്ല, പഴയ നെഗറ്റീവായിട്ടുള്ള ഒന്നും ബാല പുതിയ വീട്ടിലേക്ക് എത്തിച്ചിട്ടില്ല. പുത്തൻ ചാനൽ പോലും ഭാര്യയെ ചേർത്ത് വെച്ചുകൊണ്ട് നടൻ തുടങ്ങിക്കഴിഞ്ഞു. സ്വാദിഷ്ടമായ ഭക്ഷണം, സമാധാനം, അതെല്ലാം തന്നെ ഭാര്യ തനിക്കായി തരുന്നു. ഓൺലി പോസിറ്റീവ് സംഗതികൾ. അതുകൊണ്ട് തന്നെ മനസ്സും ശരീരവും ശാന്തമാണ്. തന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇപ്പോൾ അലട്ടുന്നില്ല. എന്റെ ബ്ലഡ് റിസൾട്ടുകൾ എല്ലാം നോർമലായെന്നും ബാല നേരത്തെ പറഞ്ഞിരുന്നു. ഡോക്ടർ എലിസബത്തുമായി വേർപിരിഞ്ഞതിന് പിന്നാലെയാണ് നടൻ ബാല ഗോകുലയെ വിവാഹം കഴിക്കുന്നത്. തന്റെ മുറപ്പെണ്ണാണെന്നും വളരെ ചെറുപ്പം മുതലേ തനിക്ക് അറിയാവുന്ന വ്യക്തിയാണെന്നും ഗോകുലയെന്നും ബാല പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ ഗോകുലയെക്കുറിച്ചും തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുമെല്ലാം കൂടുതൽ മനസ്സ് തുറക്കുകയാണ് ബാല. തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം. ഇപ്പോഴത്തെ വിവാദങ്ങളെല്ലാം അസൂയ കാരണമാണെന്നാണ് ബാല ആരോപിക്കുന്നത്. ജീവിതം നന്നായി പോകുന്നു. വളരെയധികം സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. എന്നാൽ എല്ലാവർക്കും അത് പിടിക്കണമെന്നില്ല. പങ്കാളികൾ എന്ന നിലയിൽ ഞങ്ങൾ ഹാപ്പിയാണ്. ഗോകുല ജീവിതത്തിലേക്ക് വന്നതോടെ ഞാൻ തന്നെ മാറി. ഇപ്പോൾ വല്ലാതെ ദേഷ്യം തോന്നാറില്ല. സന്തോഷത്തിനപ്പുറം ഒരു ആണിനെ സംബന്ധിച്ച് വേണ്ടത് സമാധാനമാണ്. എവിടെ പോയാലും ഇപ്പോൾ വേഗം വീട്ടിലേക്ക് വരണമെന്ന് തോന്നും. ഞങ്ങൾക്ക് മിക്ക അവസരങ്ങളിലും ഒരുമിച്ചാണ് പുറത്തു പോകുന്നത്. എന്നിരുന്നാലും വീട്ടിലെത്തണം, അവളുടെ കൈകൊണ്ട് കഴിക്കണം എന്നൊക്കെയാണ് ആഗ്രഹവും ചിന്തയും. അവളുടെ കൂടെ ഞാൻ ഷോപ്പിംഗ് പോകാറുണ്ട്. അതിനൊരു കാരണമുണ്ട്. അവൾ ഇപ്പോൾ സെലിബ്രിറ്റി ആണല്ലോ. ഇവൾക്കിപ്പോൾ ഒരു യൂട്യൂബ് ചാനലുമുണ്ട്. കുക്കിംഗ് വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ പ്രത്യേകം ഒരു കിച്ചൺ തന്നെ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. കുക്കിംഗ് വീഡിയോ സ്ഥിരം ചെയ്യാറുണ്ട്. ഒരിക്കൽ പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പോൾ ഒരു പാർട്ടി വന്നു. ഞാൻ കണ്ണടയൊക്കെ ഇട്ട് നിൽക്കുകയായിരുന്നു. എന്നോട് ചോദിച്ചത് അത് ഗോകുലയല്ലേ എന്നാണ്. ആണെന്ന് പറഞ്ഞപ്പോൾ നേരെ പോയി ചോദിച്ചു, ഭർത്താവ് എവിടെയെന്ന്. നിങ്ങൾ ചോദിച്ച ആൾ തന്നെയാണ്, ഭർത്താവാണെന്ന് പറഞ്ഞു. ഇതൊക്കെ വലിയ സന്തോഷമാണ്. 2.5 വർഷം മുൻപ് ഞാൻ കരൾ മാറ്റിവെക്കലിന് വിധേയമായിരുന്നു. ഒരു ഘട്ടത്തിൽ ഇവളാണ് എന്നെ നോക്കാൻ വന്നത്. ആ സമയത്ത് ഞാൻ ഉറപ്പിച്ചു, ഇവളാണ് എന്റെ പങ്കാളിയെന്ന്. ചെറിയ പ്രായത്തിൽ തന്നെ ഇവളെ ഞാൻ കാണാൻ തുടങ്ങിയതാണ്. ഞാൻ അമ്മയോട് ചോദിച്ചു. അമ്മ പറഞ്ഞത് സമയമെടുത്ത് തീരുമാനിക്കൂ എന്നാണ്. വൈകാതെ ഞാൻ മനസ്സിലാക്കി. അവളെ മനസ്സിൽ ഞാൻ താലി കെട്ടി. അതിനുശേഷമാണ് ജാതകപ്രകാരം ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിക്കണമെന്ന താല്പര്യം അറിയിച്ചപ്പോൾ അവളുടെ വീട്ടുകാരാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. ഇപ്പോൾ കേരളത്തിൽ പല വിവാദങ്ങളും നടക്കുന്നുണ്ട്. എല്ലാം അസൂയ കാരണമാണ്. ഇതെന്റെ ആദ്യ വിവാഹമല്ല. മുൻ വിവാഹങ്ങളിൽ പല തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. വലിയ തർക്കങ്ങളല്ല, ചില വാക്കുവാദങ്ങൾ. പക്ഷേ കഴിഞ്ഞ 1.5 വർഷത്തിനിടെ ഞങ്ങൾ ഒരിക്കൽ പോലും വഴക്ക് കൂടിയിട്ടില്ല. ഞങ്ങളും ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരും വളരെ ഹാപ്പിയാണ്. ഗോകുലയുടേതുപോലെ സ്വഭാവമുള്ള ഒരു സ്ത്രീയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാരണം അവൾക്ക് ദേഷ്യം വന്നാലും വിഷമം വന്നാലും ചിരിക്കും എന്നും ബാല പറഞ്ഞു. 2 പേർക്കുമിടയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെന്ന ചോദ്യത്തിന് ബാല എന്നായിരുന്നു ഗോകുലയുടെ മറുപടി. മുൻപ് ഞാൻ പറയുമായിരുന്നു എനിക്കാണ് സ്നേഹ കൂടുതലെന്ന്. എന്നാൽ പല അവസരങ്ങളിലും മറിച്ചാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. വിവാഹത്തിന് മുൻപ് എനിക്ക് പലതും അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഞാൻ പലതും പഠിച്ചു. തെറ്റു വന്നാൽ അത് അദ്ദേഹം തിരുത്താറുണ്ടെന്നും ഗോകുല പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ ബാലയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളായാണ് മുൻ ഭാര്യ എലിസബത്ത് രംഗത്തെത്തിയത്. ആദ്യ ഭാര്യ അമൃത സുരേഷ് ബാലയ്ക്കെതിരെ രേഖകളിൽ കൃത്രിമം കാണിച്ചുവെന്ന് ആരോപിച്ച് കേസ് നൽകിയിരുന്നു. പിന്നാലെയാണ് എലിസബത്ത് നടനിൽ നിന്നും താൻ നേരിടേണ്ടി വന്ന മാനസികവും ശാരീരികവുമായ ക്രൂരതകൾ ആദ്യമായി വെളിപ്പെടുത്തി രംഗത്തെത്തിയത്. ബാല അടുത്തിടെ ഒരു തമിഴ് ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിന്റെ സ്ക്രീൻഷോട്ട് പങ്കിട്ടുകൊണ്ടായിരുന്നു എലിസബത്ത് ആദ്യം രംഗത്തെത്തിയിരുന്നത്. ഞാൻ മരുന്ന് മാറ്റിക്കൊടുത്തുവെന്നും പറയാതെ പറഞ്ഞു എന്നാണ് എലിസബത്ത് കുറിച്ചത്. കരൾ രോഗത്തിന് ചികിത്സയിലായിരുന്നപ്പോൾ തനിക്ക് മരുന്ന് മാറി തരുന്നുവെന്ന രീതിയിൽ പരോക്ഷമായി ആളുടെ പേര് പറയാതെ ബാല സംസാരിച്ചിരുന്നു. വീണ്ടും ഇത് ആവർത്തിച്ചതിനാലാണ് ബാലയ്ക്കെതിരെ എലിസബത്ത് രംഗത്തെത്തിയത്. ആരോപണങ്ങൾ ബാല നിഷേധിക്കുന്നുണ്ട്. വിവാദങ്ങൾക്കിടെ ബാലയും ഗോകുലയും ഒരു തമിഴ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ആരോപണങ്ങൾക്ക് കാരണം അസൂയാണെന്നാണ് ബാല പറയുന്നത്. ഗോകുലയുമായി അടുത്തതിനെക്കുറിച്ചും ബാല സംസാരിക്കുന്നുണ്ട്. 2.5 വർഷം മുമ്പ് എനിക്ക് ഒരു ഓപ്പറേഷൻ നടന്നു. ഒരു ഘട്ടത്തിൽ ഗോകുല എന്നെ പരിചരിക്കാൻ വന്നു. പിന്നീട് ഇവളാണ് എന്റെ ജീവിത പങ്കാളി എന്ന് തിരിച്ചറിഞ്ഞു. സോൾ ലവ് ആണെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷേ എന്റെ ഉള്ളിലെ തടസ്സം കുട്ടിക്കാലം മുതൽ ഇവളെ കണ്ടിട്ടുണ്ട് എന്നതായിരുന്നു. അമ്മയോട് ചോദിച്ചപ്പോൾ ഇതാണ് അനുയോജ്യ പങ്കാളി, നീ സമയമെടുത്തോ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ മനസ്സിൽ താലി കെട്ടി. ഈ വിവരം അറിഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷിച്ചത് ഗോകുലയുടെ കുടുംബമാണെന്നും ബാല പറഞ്ഞു. കേരളത്തിൽ ഒരുപാട് വിവാദങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അസൂയയാണത്. ആരെയും കുറ്റം പറയുന്നില്ല. ഞങ്ങൾ
വളരെ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഒരു പ്രശ്നത്തിലും പോകുന്നില്ല. സമാധാന ജീവിതം നയിക്കുന്നു. ഞങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഇഷ്ടമല്ല. എനിക്ക് വേണ്ടി ഗോകുലിയുടെ അമ്മ തലമുണ്ടനം ചെയ്തു. 94 വയസ്സുള്ള മുത്തശ്ശി ഒരു മോതിരം തന്നു. ഇതെന്റെ ആദ്യ വിവാഹമല്ല. എന്റെ മുൻ വിവാഹ ജീവിതത്തിൽ ചെറിയ വഴക്കുകൾ നടന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 1.5 വർഷമായി എനിക്കും ഗോകുലയ്ക്കും ഇടയിൽ ഒരു വഴക്കും നടന്നിട്ടില്ല. ദേഷ്യം വന്നാൽ ഗോകുല ചിരിക്കും. ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ ജീവിതത്തിൽ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. ഇപ്പോൾ പുറത്തു പോയാൽ എപ്പോഴാണ് വീട്ടിൽ വരാനാവുക എന്നതാണ് ചിന്തിക്കുന്നത്. എപ്പോൾ ഭാര്യയുടെ കൈകൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാമെന്നാണ് മനസ്സിലെന്നും ബാല പറയുന്നു. എവിടെ പോയാലും മാമ വളരെ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചുവെന്നുമാണ് ഗോകുലയും വ്യക്തമാക്കിയത്. കല്യാണത്തിന് മുമ്പ് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഓരോന്നായി പഠിച്ചു. തെറ്റ് ചെയ്താൽ മാമ പറഞ്ഞു തരും. എന്നേക്കാൾ സ്നേഹം മാമയ്ക്കാണെന്നും ഗോകുല പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസം വലിയ ആരോപണമാണ് ബാലയ്ക്കെതിരെ എലിസബത്ത് ഉന്നയിച്ചത്. വിദേശത്തുള്ള ഒരു സ്ത്രീയുമായി ബാലയ്ക്ക് ബന്ധമുണ്ടായിരുന്നെന്നാണ് എലിസബത്ത് ആരോപിച്ചത്. ഞാൻ പ്രണയിക്കുന്ന സമയത്ത് ഒപ്പം താമസിക്കുന്ന പെണ്ണ് പിരിഞ്ഞു പോകാൻ കാരണം ലണ്ടനിലെ സ്ത്രീയുമായുള്ള റിലേഷനാണ്. ഞാൻ പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആയി പോകും. കുറെ പെണ്ണുങ്ങൾ ഉള്ളത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. ഇതിനെല്ലാം തെളിവുണ്ട്. ഇതൊക്കെ കോടതിയോ പോലീസോ ചോദിച്ചാൽ കൊടുക്കാൻ തയ്യാറാണെന്നും എലിസബത്ത് വ്യക്തമാക്കി. ആരോപണങ്ങൾ ബാല നിഷേധിക്കുന്നുണ്ട്. അതേസമയം എലിസബത്തിന്റെ ആരോപണങ്ങൾ സത്യമാണെന്ന് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഇതാദ്യമായല്ല ബാലയ്ക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ വരുന്നത്. നേരത്തെ ആദ്യ ഭാര്യ അമൃത സുരേഷും ഗുരുതര വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. എന്നാൽ ഇതൊക്കെ തന്നെയും ഭാര്യ ഗോകുലയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണെന്നാണ് ബാല പറയുന്നത്. മാത്രമല്ല, തനിക്കെതിരെ വന്ന വാർത്ത അപമാനിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചാണ് നടൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബാല പങ്കുവച്ചൊരു വീഡിയോയിലാണ് തനിക്കെതിരെ വന്ന ആരോപണങ്ങളിൽ മറുപടി പറഞ്ഞത്. 19 വയസ്സുള്ള സ്ത്രീയെയും അമ്മയുടെ പ്രായത്തിലുള്ളവരെയും ഞാൻ ബെഡ്റൂമിൽ കയറ്റുമെന്നാണ് പറയുന്നത്. പറയാനുള്ളതൊക്കെ പറയട്ടെ, പ്രശ്നമില്ല. ഇവിടെ നിയമമുണ്ട്. അടിസ്ഥാനപരമായി ഞാൻ കാണുന്നത് മെഡിക്കൽ അറ്റൻഷൻ ആർക്കാണോ വേണ്ടത് അവർക്ക് കൊടുക്കണമെന്നാണ്. അല്ലാതെ മീഡിയയുടെ അറ്റൻഷനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യമെല്ലാം നിയമപരമായി നടക്കും. വ്യക്തിപരമായ വൈരാഗ്യത്തിന് വേണ്ടി എന്നെക്കുറിച്ച് എന്തും പറയാം. എന്നെയും ഗോകുലയും തമ്മിലുള്ള ബന്ധം തകർക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ ചത്താലും ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതിലൊരു മാറ്റവുമില്ല. പക്ഷെ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ ഉപദ്രവിക്കരുതെന്നാണ് ബാല പറയുന്നത്. പിന്നാലെ ബാലയുടെ പേരിൽ നിരവധി വാർത്തകളും വന്നു. അതിലൊന്നിന്റെ സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടുകൊണ്ടാണ് നടൻ വീണ്ടും രംഗത്തെത്തിയത്. മാധ്യമങ്ങളെ ഓർത്ത് ലജ്ജിക്കുന്നു. ഈ വനിതാ ദിനത്തിൽ എന്റെ കുടുംബത്തെയും പ്രായമുള്ള സ്ത്രീകളെയും വേദനിപ്പിക്കാനും അപമാനിക്കാനുമാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? അങ്ങേറ്റം മോശമായി പോയി. നമുക്കും കുടുംബവും കരിയറും ധാർമ്മികതയും ഒക്കെ ഉണ്ട്. എന്തൊക്കെയായാലും കുറ്റവാളികളെ കോടതി ശിക്ഷിക്കുമെന്നും ബാല എഴുതിയിരിക്കുന്നു.